എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാവ് മൾട്ടിപ്പിൾ അഡ്വൈസേഴ്സ് ബട്ട് നോട്ട് ടു മെനി. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിത യാത്രയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുമ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പം അതിന് മാർഗം അറിയുന്നതായിരിക്കാം. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സഹായം നമുക്ക് തേടാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉപദേശം നമ്മൾ തേടുന്നത് ഒരുപക്ഷെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഉപദേശകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എത്ര പേരുടെ കയ്യിൽ നമ്മൾ ഉപദേശം എടുക്കുന്നു എന്നുള്ളതും വളരെയധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മളൊരു 15 അല്ലെങ്കിൽ 20 പേരുടെ നിന്ന് നമ്മൾ ഉപദേശം തേടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം 30 വഴികളായിരിക്കും നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ അതിൽ ഏത് വഴിയിലൂടെ പോകേണ്ടി വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വന്നേക്കാം. അപ്പം പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അത്രയും അടുപ്പമുള്ള വ്യക്തികൾ ആരാണോ അവരോട് കാര്യങ്ങൾ ചോദിക്കുക. അതുമാത്രമല്ല അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടോ എന്നതിനെക്കുറിച്ചും നമുക്ക് ഒരു ഐഡിയ വേണം. അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ വഴി തിരിച്ചായിരിക്കും നമ്മളെ വിടുന്നത്. അല്ലേ? ഇപ്പം നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴി നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആരോടെങ്കിലും ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ അതേ സ്ഥലത്ത് പുതിയതായിട്ട് വന്ന ഒരാളോട് നമ്മൾ ചോദിക്കില്ല. അപ്പോൾ നമുക്ക് വളരെയധികം പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിയാം എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മാത്രം ചോദിക്കുക. അത് ഒരാളിൽ നിർത്തണം എന്ന് പറയുന്നില്ല, ഒന്നിൽ കൂടുതൽ ആളുകളാകാം തീർച്ചയായിട്ടും. പക്ഷെ ഒരുപാട് ആളുകളാകാതെ നോക്കുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർക്കും ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരുടെ ആ രാജ്യസദസ്സിൽ ഉപദേശകരുണ്ടായിരുന്നു. പക്ഷെ ഉപദേശകർ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ എണ്ണത്തിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ഉണ്ടെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതയാത്രയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആരെയൊക്കെ സമീപിക്കണം എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എന്തായാലും ഉണ്ടാവണം. നല്ല സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. എല്ലാവരുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധം നിലനിർത്തുക. പക്ഷേ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതും നിർബന്ധമാണ്. അപ്പം ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപദേശം തേടി തന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കട്ടെ. അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നേടിക്കൊടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.